എന്റെ അവസ്ഥ മനസ്സിലാക്ക്. ഓ ഒരവസ്ഥ. അപ്പൊ എന്റെ അവസ്ഥയോ? കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. ഇതുവരെ എന്നെ ലണ്ടനിലേക്കോ പാരീസിലേക്കോ കൊണ്ടുപോയിട്ടുണ്ടോ? പോട്ടെ, ഒന്ന് സിംഗപ്പൂരിലേക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? എടി 2 കൊല്ലല്ലായിട്ടുള്ളൂ, ഇന്നും സമയമില്ലേ? ഇത് നമ്മളെ ദിനേശന്റെ വീടാണല്ലോ. എന്താ പ്രശ്നം ഒന്ന് അന്വേഷിച്ചിട്ട് പോവാ. അയ്യോ സോറി ഗഫൂർക്ക, ഞങ്ങൾ ഇങ്ങനെ മൊന്തോണ്ട് ഇങ്ങനെ കളിക്കേനു. ഓ പിന്നെ മൊന്ത എന്താ ഫുട്ബോളാ? ഗഫൂർക്ക, മൊന്ത ഞാൻ ഇങ്ങേരുടെ തലക്കിട്ട് എറിഞ്ഞതാ. സോറി, ഉന്നം തെറ്റിയതാ. എന്താണ് ദിനേശ ഇങ്ങനെ തല്ലൂടെ? നിങ്ങക്ക് നാളല്ലടോ. നിങ്ങള് കാര്യം അറിയാണ്ട് എന്നെ പറയരുത് കേട്ടോ. ഇന്നോളെ ആങ്ങളുടെ കുട്ടിന്റെ ചോറൂണ, അതിന് കാറ് പോവാന്നാ വിചാരിച്ചത്. കഷ്ടകാലത്തിന് വണ്ടിന്റെ ടയറും പഞ്ചറായി. ബസ്സിന് പോകാന്ന് പറഞ്ഞതിനാണ് ഈ അടിപിടി. ഓക്ക് ടാക്സി പോണോന്ന്. മോനെ ദിനേശ, എന്നെക്കാളും പ്രായത്തിന് മൂത്തതായത് കൊണ്ട് പറയാന്ന് വിചാരിച്ചാ മതി. ഒരിക്കലും ഒരു പെണ്ണിനെ ഈ കരയിപ്പിക്കരുത്. കാരണം പെണ്ണിന്റെ കണ്ണീര് അമൂല്യമാണ്. അമൂല്യം തേങ്ങ. ഞാൻ പറഞ്ഞുതരാം. എന്റെ ഓളെപ്പോലുള്ള സുന്ദരിയായ ഒരു ഭാര്യ കരയുമ്പോഴുള്ള സാമ്പത്തിക നഷ്ടത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആ കണ്ണീര് കണ്ണിൽ നിന്ന് ഉറ്റുമ്പോ തന്നെ കണ്ണിൽ പുരട്ടിയ ആ മുന്തിയ ഐലൈനർ കലങ്ങി ആ കാശ് പോയോ? പിന്നെ ആ കണ്ണീര് ഒലിച്ച് കവളത്തെത്തുമ്പോ മുഖത്ത് തേച്ച ക്രീമും പൗഡറും ഒക്കെ പോയില്ലേ? അങ്ങനെ അവസാനം ആ കണ്ണുനീര് ചുണ്ടത്തെത്തുമ്പോ നല്ല വില കൂടിയ ലിപ്സ്റ്റിക് ചുണ്ടുമല്. ആ കണ്ണീര് തട്ടി അതും കലങ്ങിയാൽ എത്രയാണ് നഷ്ടം? ആ കരച്ചില് മാറിയാൽ ഓള് പറഞ്ഞ സാധനമൊക്കെ മുഖത്ത് പിന്നെയും വരച്ചൂലേ? കാശെത്ര പോയി? അതുകൊണ്ടാണ് മോനെ ദിനേശ ഈ ഗഫൂർക്ക പറഞ്ഞത് പെണ്ണിന്റെ കണ്ണീര് വരപ്പെട്ടതാന്ന്. മനസ്സിലായോ മോനെ ദിനേശ?